സാർ, പ്രതീഷ് വിശ്വനാഥൻ നമുക്കറിയാം ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ഒരു പുതിയ കണക്കുമായി ഇറങ്ങിയിട്ടുണ്ട്. എം.എൽ.എമാരിൽ ഭൂരിപക്ഷ സമുദായം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമായിരിക്കുന്നു എന്നുള്ള ഒരു ജാതീയമായിട്ടുള്ള വേർതിരിച്ച കണക്കുമായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ എം.എൽ.എമാർ ജയിക്കുന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. മിക്കവാറും മണ്ഡലങ്ങളിൽ വ്യത്യസ്ത ജാതി മത സമുദായങ്ങൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ആ ജാതി അനുസരിച്ച് ജയിച്ചോളുന്നില്ല. ഇപ്പോൾ ന്യൂനപക്ഷ സമുദായം ഭൂരിപക്ഷ സമുദായം ഇതുവരെ മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക് എങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ അതിലൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനികളും മതേതര നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായം എന്നിവർ പറയുന്ന ഹിന്ദു, ഞാൻ അങ്ങനെ പറയുന്നില്ല, വിവിധ ജാതികൾ ചേർന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. 27% എൻ്റെ അറിവനുസരിച്ച് മുസ്ലിങ്ങൾ, ഒരു 17-18% ക്രിസ്ത്യാനികൾ, ബാക്കി 55% ഹിന്ദുക്കളാണ്. വേണമെങ്കിൽ നമുക്ക് അർത്ഥത്തിൽ പറയാം. പക്ഷെ അവർ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല, അവർ പല ജാതിയിൽപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ ജാതിയാണ് ഇവിടെ മതത്തേക്കാൾ കൂടുതൽ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്. അതാണ് ശരിയും. കാരണം ജാതിയാണ് ഭൗതികമായ സത്യം. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഇല്ല. ഒരാൾക്ക് ഈഴവ ഐഡന്റിറ്റി ഉണ്ട്, നായർ ഐഡന്റിറ്റി ഉണ്ട്, ബ്രാഹ്മണ ഐഡന്റിറ്റി ഉണ്ട്, ദളിത് ഐഡന്റിറ്റി ഉണ്ട്. മറിച്ച് ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് സത്യത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനേക്കാൾ ക്ലിയർ ആയിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്നത് ഹിന്ദു എന്നുള്ളതല്ല, നേരെ മറിച്ച് നായർ, ഈഴവൻ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ തന്നെയാണ്. ജാതിയുടെ ഒരു കൂട്ടിക്കലാശമാണ്, ജാതിയുടെ ഒരു ഘടകമാണ് ഇവിടെ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ കണക്കുകൾ എങ്ങനെ വേണേ ആയിക്കോട്ടെ, കണക്കുകൾ എത്ര വേണേയാവാം. ഇപ്പൊ 25% മുസ്ലിങ്ങളുള്ള UP-യിൽ ഒരു മുസ്ലിം MP പോലും ഇല്ല. 22% ഒക്കെയുണ്ട്. BJP കാരനാണ്. BJP ഒരു MP-യെ ഇവിടെ കൊടുക്കാതെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാതെ അവിടെ ജയിച്ചു. അത് തെറ്റല്ലേ? 25% ജനങ്ങളുണ്ടെങ്കിൽ 25% MP-മാരും MLA-മാരും അവർക്ക് വേണ്ടേ? എന്തുകൊണ്ടാണ് അത് തെറ്റാന്ന് പറയാത്തത്? അപ്പൊ യഥാർത്ഥത്തിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വരുമ്പോൾ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന കേരളം പോലൊരു സ്ഥലത്ത് അതിലെ എണ്ണത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ, തവനൂർ ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ്. അവിടെ ജയിക്കുന്ന VS ജോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. തിരുവമ്പാടിയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ്. അവിടെ ജയിക്കുന്നത് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറഞ്ഞ അതൊക്കെ സംഭവിക്കും ഇവിടെ. ഇപ്പം മുസ്ലിം ലീഗ് കൂടുതൽ, മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഹിന്ദുവും ജയിക്കാം. അനിൽകുമാർ അത് ദളിതാണ് എങ്കിൽ പോലും ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഉണ്ട്. കാരണം അത് ജാതിയേക്കാൾ രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനത എന്നുള്ളതാണ് പ്രശ്നം, മതത്തേക്കാൾ. ജാതി അതിലൊരു ഘടകമല്ല ഞാൻ പറയുന്നത്. ജാതി ഘടകമാണ്, മതം ഘടകമല്ല. അതുകൊണ്ട് മതം തിരിച്ച് നമ്മുടെ ഇതെടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ പോയി പറഞ്ഞ മണ്ടത്തരത്തിന് ഗോപാലകൃഷ്ണൻ അടിയാ കിട്ടിയത്. ഗുരുവായൂരുള്ള ഹിന്ദുക്കളുടെ പകുതി പോലും ഗോപാലകൃഷ്ണൻ വോട്ട് ചെയ്തില്ല. 30,000 വോട്ടാണ്. അവിടെയുള്ള മൊത്തം ഹിന്ദുക്കളുടെ എടുത്താൽ ഇതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ പോപ്പുലേഷൻ നോക്കിയിട്ടില്ല. അവരുടെ പകുതി വോട്ട് പോലും ഗോപാലകൃഷ്ണൻ കിട്ടില്ല. കാരണം എന്താ? ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെ ഒരു ഹിന്ദു എന്നൊരു എൻറ്റിറ്റി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. BJP കേരളത്തിൽ അങ്ങനെ ഹിന്ദു എൻറ്റിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില പണികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണി നടക്കാതിരിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ജാതിയാണ് മതത്തേക്കാൾ കേരളത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം. അത് സംവരണമാവാം, മറ്റു സംഗതികളാവാം, ഒക്കെ ആവാം. അതുകൊണ്ട് ഇപ്പൊ പലരും പറയുന്നത് ഈഴവ MLA-മാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് LDF-ലാണ്. സ്വാഭാവികമായി. കാരണം ഈഴവരുടെ വലിയൊരു ചങ്ക് വോട്ട് ചെയ്തിരുന്നത് CPM-നാണ്, ഈ CPI-ക്കുമാണ്. അപ്പൊ CPM-ന്റെ ആളുകൾ കൂടുതൽ ഈഴവരാവാം, സ്ഥാനാർത്ഥികളാവാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ എന്താ പറയാ, യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രൊപ്പോർഷൻ വരും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 21 മന്ത്രിമാരിൽ 10 പേർ നായന്മാരായി. ഒരു SC പോലും ഇല്ല, ഒരു SC പോലും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ തെറ്റല്ലേ? എത്ര മുസ്ലിംസ് ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ? കേരളത്തിൽ 27% മുസ്ലിം ഉണ്ട്. ഒരു മുസ്ലിമാണ് എൻ്റെ അറിവിൽ ഉണ്ടായിരുന്ന ഒരാൾ, മുഹമ്മദ് റിയാസ്. മുസ്ലിം പേര്, ഞാൻ മുസ്ലിം എന്നല്ല, മുസ്ലിം പേരുള്ള ഒരാൾ അബ്ദുറഹ്മാൻ, 2 പേർ. റിയാസും അബ്ദുറഹ്മാൻ 2 പേരേ ഉള്ളൂ. 10% പോലും റെപ്രസെന്റേഷൻ ഇല്ല. 50% റെപ്രസെന്റേഷൻ നായന്മാർക്ക് ഉണ്ടായിരുന്നു ആ മന്ത്രിസഭയിൽ. അപ്പൊ അതിനാർക്കും ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ജാതി മതം തിരിച്ചല്ല പറയേണ്ടത്. SC-ക്ക് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രതീഷ് വിശ്വനാഥനെ കണ്ടില്ലല്ലോ ഇവിടെ. ഇവരുടെ ഹിന്ദു SC-ന് ഈഴവൻ അവിടെ കുറവായിരുന്നു. എന്തേ പ്രതീഷ് വിശ്വനാഥൻ ഇവിടെ പോയി? അപ്പൊ പ്രതീഷ് വിശ്വനാഥൻ ഒരു സവർണ ഹിന്ദുത്വത്തിന്റെ ആളാണ്, അതാണ് വക്താവാണ്. സവർണ ഹിന്ദുത്വം കേരളത്തിൽ ഏൽക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിൽ വളരെ കൃത്യമായ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയ ഒരു ജനതയാണ് കേരളത്തിൽ.
ചെലി അപരേഷനൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പൊ CPM-ന്റെ വോട്ട്, മുമ്പ് കോൺഗ്രസിന്റെ കുറെ വോട്ട് BJP-യിലേക്ക് പോയിട്ടുണ്ട്, സവർണ വോട്ട്. CPM-ന്റെ കുറച്ച് സവർണ അവർണ വോട്ടുകൾ ഇപ്പോ BJP-യിലേക്ക് പോകുന്നുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഹിന്ദു ഐഡന്റിറ്റിയേക്കാൾ ജാതിയും അതിനേക്കാൾ രാഷ്ട്രീയവുമാണ് കേരളത്തിലെ പൊളിറ്റിക്സ്. ഇത് BJP-ക്ക് ഒരിക്കലും മനസ്സിലാവില്ല. BJP-ക്ക് മനസ്സിലാവാതെ അവര് എന്തെങ്കിലുമൊക്കെ ഈ ഞാൻ ചോദിക്കട്ടെ, രാമജന്മഭൂമി എന്നുള്ള സാധനത്തിന് കേരളത്തിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടായി? ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. കേരളത്തിൽ ഒരാൾ മൈൻഡ് ചെയ്തില്ല. കുറച്ച് BJP-ക്കാര് കൊണ്ടിടുന്നു ചില ആളുകളൊക്കെ. ഞാനിപ്പോ അവിടെ അയോധ്യയിൽ ക്ഷേത്രം പണിയണോ പള്ളി പണിയണോ എന്നുള്ള തർക്കത്തിനില്ല. പള്ളി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യം. ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവിടെ അമ്പലം പണിതത് എന്നുള്ളത് ഒരു സത്യമാണ്. ഏതായാലും 500 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ്. അത് പൊളിച്ചിട്ടാണല്ലോ പണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ മതസ്പ്ലിറ്റ് ഉണ്ടാക്കുക, മതരൂപത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുക, അതിന്റെ കള്ളപ്രചരണം അല്ലെങ്കിൽ തെറ്റായ പ്രചരണമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് എത്ര എവിടെ ഉണ്ടായിരുന്നു, എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ഹിന്ദുക്കളുടെ റെപ്രസെന്റേഷനേക്കാൾ കൂടുതൽ മന്ത്രിമാർ ഹിന്ദുക്കൾക്ക് ഉണ്ടായാൽ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല. മുസ്ലിം സമൂഹത്തിന് ഇപ്പൊ പണ്ട് അഞ്ച് അതാ ഞാൻ പറഞ്ഞ 5 മുസ്ലിം മന്ത്രിമാർ, 5 മുസ്ലിം മന്ത്രിമാർ വരുന്നതിൽ തെറ്റിൽ 20 മന്ത്രിമാരിൽ 5 പേർ മുസ്ലിം ആവുന്നതിന് എന്താ പ്രശ്നം? കാരണം അവര് 27% ഉണ്ടെന്നേ, 1/4 ഒരു ജനസംഖ്യ. ഞാൻ പറഞ്ഞ അവർ 100% എടുത്തു നോക്കിയാൽ നമുക്ക് വേണ്ടി വാദിക്കാം. BJP ചെയ്തതുപോലെ, എവിടെ UP-യിലൊക്കെ BJP ചെയ്തതുപോലെ 100% ഒരു വിഭാഗത്തിന് കൊടുക്കുകയും ബാക്കി 25% ജനത ഔട്ടാവുകയും ചെയ്യുന്നതല്ലേ തെറ്റ്? അതാണ് തെറ്റ്. നേരെ മറിച്ച് 25% ഉള്ളവർക്ക് വേണ്ടി 27% ആവാം, അല്ലെങ്കിൽ 30% ആവാം, അത് കുഴപ്പമൊന്നുമല്ല. ഇവിടെ അതില്ല. മാത്രമല്ല, ആളുകൾ വോട്ട് ചെയ്യുന്ന ജാതി മതം നോക്കിയിട്ടാൽ മാത്രമല്ല, രാഷ്ട്രീയം നോക്കി തന്നെയാണ്. കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിലും പൊളിറ്റിക്കലായ ഒരു സെക്ഷനുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങളിൽ പൊളിറ്റിക്കൽ ഉണ്ട്. കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, CPM-ന് മാത്രം വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, ലീഗിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, ജമാഅത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, SDPIക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, PDPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു മുസ്ലിം എന്ന് പറയുന്നത് അതിലെല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ പാർട്ടിയുടെ അവർ ചെയ്യും കുറെ പേര് എന്ന് വെച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളും ആർക്കെങ്കിലും ചെയ്യോ, എല്ലാ ഹിന്ദുക്കളും ആർക്കെങ്കിലും ചെയ്യോ? ചെയ്യില്ല. പിന്നെ പ്രതീഷ് വിശ്വനാഥിനെ പോലെ തെറ്റായ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻ നടത്തുന്നത് ചരിത്രം അറിയാത്തവരാണ്. അത് ചിലപ്പോൾ വിശ്വസിച്ചു പോകും, അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ അതല്ല ചരിത്രം. കേരളത്തിന്റെ ചരിത്രം അതല്ല. കേരളത്തില് മുഖ്യമന്ത്രിമാരായിരുന്നവരാരൊക്കെയെന്ന് അന്വേഷിച്ചു. ഭൂരിപക്ഷം ഏത് സമൂഹത്തിൽപ്പെട്ടാന്ന് നോക്കിയാൽ മതി. സവർണ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരുപക്ഷെ അച്യുതാനന്ദനും പിണറായി വിജയനും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാവാം. 29 ദിവസമാണ് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ നായർ, നമ്പൂതിരി, മറ്റേ സവർണ, ക്രിസ്ത്യാനി ഒക്കെ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ഇവിടെ ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ആയിട്ടില്ലേ? കാത്തലിക് ഒരു മുഖ്യമന്ത്രി ആയിട്ടില്ലേ? AKAntony ആയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ. അപ്പൊ ഒന്നും ഇവർക്ക് ടെൻഷനില്ലല്ലോ. 1% ഇല്ലാത്ത നമ്പൂതിരി ഇവിടെ ആയിട്ടുണ്ട്. 11% നായർ ഒരുപാട് കാലം ഇരുന്നുണ്ട്. അച്യുത മേനോൻ, കരുണാകരൻ ഒക്കെ ഇരുന്നിട്ടില്ലേ? അന്നൊന്നും പറയാത്തൊരു ജാതി മതവും ഇപ്പൊ ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? എന്തുകൊണ്ട് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ ഇവർക്ക് അതിൽ കൂടുതൽ ചോദിക്കാലോ. കേരളത്തിൽ 50% സ്ത്രീകളല്ലേ? കഴിഞ്ഞ 70 വർഷമായിട്ട് ഒരു സ്ത്രീ ഇവിടെ ഒരു മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. എന്തേ വരാത്തത്? ഒരു സ്പീക്കർ ആയിട്ടില്ലല്ലോ. എന്തേ വരാത്തത്? അതെന്താ പ്രതീക്ഷ തലേ കയറാത്തെ? അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം പിന്നിൽ വ്യക്തമായിട്ടുള്ള അജണ്ട തന്നെയാണ് ഇത്. കൃത്യമായും വർഗീയ വിഭജനം ഒരു ജനതയിൽ നടത്താനുള്ള ശ്രമമാണ്. ആ ശ്രമം കേരളത്തിൽ പൊളിഞ്ഞതാണ്. വർഗീയ വിഭജനം കൊണ്ട് കേരളത്തിൽ BJPക്ക് ഒരു അധികാരത്തിലെത്താമുള്ള ഒരിക്കലും അവരെത്തില്ല. കാരണം ഇവർ പറയുന്ന സോക്കോൾഡ് ഹിന്ദുവിൽ തന്നെ വളരെ കൃത്യമായി പൊളിറ്റിക്കൽ പോളറൈസ് ചെയ്ത ആളുകളുണ്ട്. എല്ലാ മതത്തിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. CPM-ന് വോട്ട് ചെയ്യുന്നവരുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, മാറി മാറി വോട്ട് ചെയ്യുന്നവരുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇത് മാത്രം വന്നേനെ. അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, ഈ കേരളത്തിന്റെ ഈ മതേതര മനസ്സ് വിഷലിപ്തമാക്കാൻ ഇത്തരം സാധനങ്ങളുമായിട്ട് ഇറങ്ങുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുത്തേ പറ്റും. കാരണം ചരിത്രം വെച്ച് മറുപടി കൊടുക്കാൻ പറ്റും, നമ്മളെ ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓരോ നമ്മൾ മുഖ്യമന്ത്രിയുടെ സാധനം എടുത്താൽ, ഇപ്പൊ എന്താ ഇപ്പൊ ഒരു MLA-യുടെ കണക്ക് വന്നതിന്റെ കാര്യം, മുഖ്യമന്ത്രിയുടെ സാധനവും എടുത്താൽ എങ്ങനെയാ വരിക? പിന്നെ വോട്ടിംഗ് പാറ്റേൺ ഇപ്പോൾ പാർട്ടികൾക്ക് തന്നെ ആ പ്രശ്നമുണ്ട്. അവരുടെ ചില കോട്ടകളിൽ അവർക്ക് ആവശ്യമുള്ളവർ ജയിപ്പിക്കാം, അവരുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ ജയിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ഘടകമൊക്കെ വരും. ഇപ്പോ പ്രതിഭ MLA പരാതി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനെതിരെ. എന്നെ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്ന്. പ്രതിഭ ഈഴവയാണ്, MLA ഈഴവനാണ്. അപ്പൊ അവരാർക്കെങ്കിലും ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? അവരിപ്പോ എന്തിനാ എഴുതി നോക്കണേ?
വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനല്ല തോൽപ്പിച്ചത്, പിണറായി വിജയനെ തോൽപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിരുദ്ധ തരംഗത്തിലാണ് തോന്നുന്നത്. അല്ല, അതിലും ജാതി കൂട്ടിക്കെട്ടുകയാണ്. അല്ല, പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റെടുത്ത ആളല്ലേ എല്ലാ കാര്യത്തിലും. അതെ അതെ. അപ്പൊ പിണറായി വിജയൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രി ആവണമെന്ന് രാവിലെ വൈകുന്നേരം പറഞ്ഞിരുന്ന ആളല്ലേ. അപ്പൊ പ്രതിഭ ജയിക്കണ്ടേ? പിണറായി വിജയനെ കൈ പൊക്കാനാണല്ലോ പ്രതിഭ ജയിക്കണേ. അതുകൊണ്ടാ പ്രതിഭ തോറ്റത്. നിങ്ങൾ പോയി പിണറായി വിജയന് കൈ പൊക്കണ്ടെന്ന് കായംകുളത്ത് വോട്ടർമാർ തീരുമാനിക്കും. ഇത്തവണ എല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവിടെ പോയി കൈ പൊക്കണ്ട. പിണറായി വിരുദ്ധ തരംഗത്തിൽ പിണറായി വിരുദ്ധ ആളുകൾ പലതരത്തിൽ വോട്ട് ചെയ്തു. അത് കുറച്ച് വോട്ട് BJPക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് 3 മണ്ഡലത്തിൽ അവർ ജയിച്ചത്. പിണറായി വിരുദ്ധ തരംഗത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. BJP ഇവിടെ ഉണ്ടായതോ ഹിന്ദുത്വം ഇവിടെ വളർന്നോ ഒന്നുമല്ല. 14% വോട്ട് തന്നെ അവർക്കുള്ളൂ. ഈ 2020 ആയിട്ട് കൂടിയിട്ടും BDJs ആയിട്ട് കൂടിയിട്ടും കിട്ടാവുന്ന എല്ലാ അലവലാദികളെയും കൂട്ടിയിട്ടും അവരുടെ വോട്ടൊന്നും കൂടുന്നില്ല. അത് കേരളത്തിന്റെ സ്വഭാവമാണ്. പ്രതീഷ് വിശ്വനാഥൻ എന്ത് പറഞ്ഞാലും നടക്കാനും ഉള്ളത്.